നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെപ്പർ ലെമൺ ചിക്കനാണ്. വളരെ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരമണിക്കൂർ ഞാനിതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ചിക്കൻ കുറച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ പോരുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 80% മാത്രം നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് 2 ചെറിയ സവോള, അതായത് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഓയിൽ കൂടുതലുണ്ടെങ്കിൽ അത് അത്രയും ചേർക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് മതിയാവും. അതുപോലെ തന്നെ 4 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിവിടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. നമുക്ക് 2 ആയാലും മതിയാവും. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ചധികം ചേർത്താലും നല്ലത് തന്നെയാണ്. നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിതൊന്ന് വഴന്ന് വരട്ടെ. ഇതിവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിവിടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മസാല പുരട്ടിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, നല്ല ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു ഗ്രേവിയോട് കൂടി നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. പച്ച വെള്ളം ഒഴിക്കരുത്, നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് പൂർണ്ണമായി വെന്ത് വരികയും വേണം. നമ്മൾ നേരത്തെ ഒരു 80% മാത്രമല്ലേ ഇത് വേവിച്ചിട്ടുള്ളൂ, അപ്പോൾ ബാക്കി വേവുകയും വേണം. അതുകൊണ്ടാണ് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം നല്ലതുപോലെ ഈ ചിക്കനിലേക്ക് പിടിക്കട്ടെ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെയൊന്നിത് വെന്ത് വരണം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലവണ്ണം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത ഓയിലൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് ഒരല്പം കൂടുതൽ ചേർത്താലും നല്ലത് തന്നെയാണ്. ഇനി ഒരു ടീസ്പൂണിൻ്റെ താഴെ മതി സോയാ സോസ്, അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഹൈയിൽ വെച്ച് കൊടുക്കുക, ഒരു 2 മിനിറ്റ് മാത്രം. പിന്നീട് നമുക്ക് സ്റ്റൗവ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ലെമൺ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗരം മസാലയോ മല്ലിയിലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു സവോളയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും നമുക്ക്
മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.